പ്രാവശ്യം നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സ്റ്റേഷൻ ഉണ്ടാ പോയോ കിട്ടേണ്ട അവസ്ഥ. നല്ല രസമുണ്ടല്ലേ വീലിട്ടപ്പോൾ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ പരിപാടി ഇന്ന് ആക്ച്വലി നമ്മുടെ സ്വിഫ്റ്റ് പിടിച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോക്ക് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ സ്റ്റേഷനിലേക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പോയി നോക്കാം എന്താ അവസ്ഥ. കാരണം വലിയ സൗണ്ട് അലമ്പാക്കിയിട്ട് അങ്ങനെ പിടിച്ചതല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ട സമയത്ത് പോലീസ് വന്നിട്ട് ചോദിച്ചതാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ. എന്നിട്ട് വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അല്ലാതെ വേറെ നമ്മൾ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ റാഷ് ഡ്രൈവ് ചെയ്തിട്ടോ ഓവർ സ്പീഡായിട്ടോ അങ്ങനെ വരാൻ പറഞ്ഞതല്ല. വലിയ വള്ളി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. എന്തായാലും നമുക്ക് പോയേക്കാം. ഷേക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ പോയിട്ട് അവിടെ നിന്ന് ഉപയോഗിച്ചിനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ബാക്കി ഇനി അവിടെ പോയിട്ട് അപ്പോൾ ഞാൻ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് അമ്മമാരെ പിക്ക് ചെയ്തിട്ട് വേണം ഗുരുവായൂർ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഫറാനും ഉപയോഗിച്ച് മൂസി എല്ലാവരും ഉണ്ട്. സ്വിഫ്റ്റ് കൊടുക്കണം, ഇത് കൊടുക്കണം, 2 വണ്ടിയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ് അവസ്ഥ നമുക്കറിയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ 2 വണ്ടിയായിട്ട് പോണത്. ഇന്നലെ ഇതിലോ അല്ലെങ്കിൽ നമ്മൾ സിയാസിലോ പോകും. ഇതിൽ AC ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും സിയാസിലോ പോവുള്ളൂ. ഇനി സിയാസ് ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോട്ടാം. അങ്ങനെ വെള്ളർക്കാട് എത്തി. പിള്ളേരെ എടുത്തിട്ടുണ്ട്. ഉപയോഗിച്ചുണ്ട്, അതിൽ മൂസി ഉണ്ട്, അതുപോലെ ഫറാനുണ്ട്. പിന്നെ പോയി നോക്കാം എന്താ അവസ്ഥ. ടെൻഷൻ ഉണ്ട് ഉപയോഗിച്ച നല്ലതല്ലേ? നല്ല എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? നോക്കാം, നമുക്ക് പോയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം. ഇത് കൊടുക്കാൻ നിയമം മാറിയാൽ മതി അല്ലേ? അതെ, നിയമം മാറട്ടെ. നിയമം മാറാണ് വേണ്ടത്. നിയമം മാറാണ് വേണ്ടത്. ഇതുകൊണ്ടൊന്നും നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷെ നിയമം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോ നിയമം മാറാണ് വേണ്ടത്. അല്ല, നമ്മുടെ നാട്ടില് വേറെ കുറെ കാര്യങ്ങള് ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഒന്നിനും പ്രശ്നമില്ല. ഇതൊക്കെ കണ്ട ഭയങ്കര പ്രശ്നം. അപ്പൊ അതൊക്കെയാണ്, ആ നിയമങ്ങളൊക്കെയാണ് മാറേണ്ടത്. ശരിയാവെന്ന് വിചാരിക്കണു. ശരിയാക്കാൻ നമ്മൾ. അതെ, അതിനാണ് നമ്മുടെ സജീഷൻ സാർ വന്നേക്കുന്നത്. ആള് പറഞ്ഞിട്ടുണ്ട് ശരിയാവെന്ന് വിചാരിക്കണു. ആള് വിശ്വസിക്കുന്നു ഞങ്ങള്. അതെ, യെസ്. അങ്ങനെ അപ്പോ നമ്മളിത് ഇറങ്ങുകയാണ്. നമ്മുടെ സെക്കൻഡ് ഫറാന്റെ വണ്ടി അവിടെ എയർ ഫില്ല് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഫില്ല് ചെയ്തു. നല്ല രസമുണ്ടല്ലേ വീലിട്ടപ്പോ? അടിപൊളി. വീല് തരാണ്ടിരിക്കുന്ന പോലെ നല്ല രസമായിട്ടാ. അപ്പൊ ഇനി നേരെ നമ്മള് സ്റ്റേഷനിലേക്ക്. പ്രാവശ്യം നമ്മള് ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സ്റ്റേഷൻ ഉണ്ടാ പോയോ കിട്ടേണ്ട അവസ്ഥ. പ്രാവശ്യം നമ്മുടെ പരിപാടി കഴിഞ്ഞു. സ്റ്റേഷനിലത്തെ അധികം വള്ളികളില്ലാതെ നമ്മുടെ പരിപാടി തീർന്നിട്ടാണ്. നല്ല അടിപൊളി സാർ കേട്ടോ. അപ്പോൾ ഇത് വണ്ടി ഇറക്കുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന്. സീൻ ഇറക്കില്ലേ? അടിപൊളി സാറല്ലേ? അടിപൊളി പെരുമാറ്റം കാര്യങ്ങളൊക്കെ. ഒരു സന്തോഷം, ഒരു ചിരി കൊടുക്കണേ. അതെ അതെ അതെ, എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തിൽ കൊടുക്കാൻ തോന്നില്ലേ? ആ ഒരു ഫീല്. ഞാനിവിടെ ഇറങ്ങട്ടെ. അത് നമ്മള് സ്വിഫ്റ്റ് എല്ലാം ഇറക്കി. സ്വിഫ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സ്റ്റേഷനിലുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളി പെരുമാറ്റില്ലേ? പള്ളിയാവും എന്നുള്ളൊരു ഡീലാക്കി തന്നു. ഫൈൻ അടച്ചു. അതിന് നമ്മൾ റെഡി ആയിരുന്നു. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫൈൻ അടക്കാൻ ഒരു മടിയില്ല. എത്ര വേണമെങ്കിലും ഫൈൻ അടക്കാം. കാരണം അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പെരുമാറ്റം കിട്ടണത്. നല്ല അടിപൊളി സാർ കേട്ടോ. ശരിക്ക് ഹൈലൈറ്റ് കാണുന്നറിയോ? സാർ വന്നിട്ട് നിങ്ങൾ വെച്ചോ, നിങ്ങൾ ഓഫ് ചെയ്യാനുള്ളതൊക്കെ സ്വിച്ച് വെച്ചാൽ മതി. ഓഫ് ചെയ്യാൻ പറ്റണൊക്കെ വെച്ചോ, വാലറ്റോണിക്ക് ഉദ്ദേശിച്ചിട്ടാ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആന്റെ വണ്ടി ഉണ്ടല്ലോ, അത്ര ബ്ലോക്കേഡില് മോറിലേക്ക് വരുന്നു. എല്ലാരും നോക്കിയെന്ന് അവൻ വന്ന് വണ്ടി കയറി. വണ്ടി ഇങ്ങനെ നിർത്തിയിടുമ്പോ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് വന്നിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞത്. അല്ലാതെ വേറെ നമ്മൾ ഒച്ചപ്പാടും ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ ഒരു വെറുപ്പിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വെറുപ്പിക്കാന്നുണ്ടെങ്കിൽ വിടൂല. വെറുപ്പിക്കാൻ വിടൂല. പിന്നെ ആളുടെ പെരുമാറ്റം നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ട് കണ്ട് സെറ്റായി. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു ലോക്ക് കിട്ടി. വഴി വന്ന് അവസാനിച്ചത് ഇങ്ങനെ ഒരു വഴിയിലാണ്. ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് വണ്ടി വന്ന് എടുത്തിട്ടുണ്ട്.
ഞങ്ങള് മുന്നോട്ട് വെച്ച കാലം പിന്നീട്ട് വെക്കില്ലല്ലോ. മുന്നോട്ട് നോക്കില്ല. കല്ലി വല്ലി സെന്ററിലിരിക്കും. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ആൾക്കാർക്ക് നടക്കാണ്ടാക്കി എനിക്ക് നീന്തല റൂട്ടാ. അവിടെ ചെക്കിങ് ഉണ്ട്. ടർഫല്ലേ ഇവിടുന്ന് പൊട്ടിച്ച സീനാണ്. നമ്മള് നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വളർക്കാട് എത്തിയിട്ടുണ്ട്. സിൽക്ക് എടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. പറയാൻ വണ്ടി മൂടായി മുടേഷ്. അപ്പോൾ സിൽക്ക് ഇവിടെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ടർഫിൻ്റെ ഫ്രണ്ടിൽ കൂടി നമുക്ക് കഴുകാടാ. നാളെ തന്നെ കഴുകാം നമുക്ക്. കുളിപ്പിക്കാനായില്ലേ? കുളിപ്പിക്കുന്ന വീഡിയോ ഇടാം. കുറേ ദിവസമായി ആൾക്കാർ പറയുന്നു കുളിപ്പിക്കാനായിരുന്നു. സോ നമുക്ക് കുളിപ്പിക്കുന്ന വീഡിയോ ഇടാം. ഓക്കെ, എൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് 2 വണ്ടിയും വാഷ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു.